നമ്മൾ ഈ വീഡിയോ കുറച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം അല്പം വൈകിപ്പോയതാണ്. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ, വൈശാഖിൻ്റെ സംവിധാനത്തിലെത്തിയത്. ആ സിനിമയ്ക്ക് ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ റിവ്യൂവിലൊക്കെ പോസിറ്റീവായിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓവറോളായിട്ട്. പക്ഷേ മമ്മൂട്ടി കമ്പനി, അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്, അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുക, ആ യൂട്യൂബേഴ്സിനെ ആക്രമിക്കുക എന്നുള്ള തരം താണ ഒരു പ്രവൃത്തിയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യൂട്യൂബേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും ഹൈറ്റിലിരിക്കുന്ന, അത്രയും ഉയരങ്ങളിലിരിക്കുന്ന ഒരാൾ പാവം ചെറിയ ഈ യൂട്യൂബേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചീപ്പായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വന്ത് കോക്കിനാണ്. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പുള്ളിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക്, ഒരുപാട് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളീനെ കാണാനായിട്ട്, പുള്ളിയുടെ വീഡിയോസ് കേൾക്കാനായിട്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പുള്ളിയുടെ ഓരോ റിവ്യൂ വീഡിയോയും സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ യൂട്യൂബേഴ്സായാലും റിവ്യൂ ചെയ്യുന്നവരായാലും നമ്മളുടെ തംബ്നെയിലിൽ സിനിമയുടെ പോസ്റ്റർ തന്നെ കൊടുക്കുക, എന്നാലാണ് പെട്ടെന്ന് പ്രേക്ഷകരുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ ലഭിക്കുകയുള്ളൂ. ഇന്ന സിനിമയുടെ റിവ്യൂ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ മുഖവും ഒരു സിനിമയുടെ പോസ്റ്ററും കണ്ടാൽ വേറെ ഒന്നും നോക്കണ്ട, അതറിയാം നമുക്ക് ആ സിനിമയുടെ റിവ്യൂ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ആണ് എന്നുള്ളത്. പക്ഷേ അശ്വന്ത് കോക്ക് നെഗറ്റീവ് പറഞ്ഞ കാരണം അശ്വന്ത് കോക്കിനും അതേപോലെ മറ്റ് ഒരുപാട് യൂട്യൂബേഴ്സിനും, എനിക്ക് തോന്നുന്നു ഷസത്തിനും ഇതേപോലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്, ഉണ്ണി വ്ളോഗ്സിനും പണി കിട്ടിയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഇവരൊക്കെ ആ തംബ്നെയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ പോസ്റ്റർ, അവരുടെ ഒറിജിനൽ പോസ്റ്ററുകളൊക്കെ തംബ്നെയിലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഒരു കണ്ടൻറ്റ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഇതേപോലെ തരാൻ പറ്റും. അതിലേറ്റവും ഭീകരമായൊരു സംഭവം തന്നെയാണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സാധനം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങൾക്ക് തന്നാൽ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ചാനൽ തന്നെ ഇല്ലാണ്ടായി പോകും, ടെർമിനേറ്റ് ആയി പോകും. അതായത് നമ്മൾ ഒരു ഞാനൊക്കെ തുടക്കക്കാരനായിട്ടുള്ള റിവ്യൂവറാണ് അല്ലെങ്കിൽ യൂട്യൂബറാണ്. അപ്പോൾ നമുക്കൊക്കെ ഓരോ ദിവസം കിട്ടുന്നത് ചിലപ്പോൾ 1 സബ്സ്ക്രൈബർ, 2 സബ്സ്ക്രൈബർ, 3 സബ്സ്ക്രൈബർ, അങ്ങനെ ഓരോ വീഡിയോ ഇടുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് വളരെ തുച്ഛമായ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറിയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 2000-2600 സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരുന്നതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളൊക്കെ കഷ്ടപ്പെട്ട സാധനം ഒറ്റയടിക്ക് ഈ പറയുന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊണ്ട് ഇല്ലാണ്ടായി പോവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, അത് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അശ്വന്ത് കോക്കിന് ആ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മമ്മൂട്ടി കമ്പനി കൊടുത്തപ്പോൾ അദ്ദേഹം എല്ലാ വീഡിയോയുടെയും തംബ്നെയിൽ, പുള്ളിയുടെ ചാനലിലെ എല്ലാ വീഡിയോൻ്റെയും തംബ്നെയിൽസ് പുള്ളി റിമൂവ് ചെയ്തു. കാരണം വേറെ ഏതെങ്കിലും ഒരു 2 പേര് കൂടി അദ്ദേഹത്തിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ ടേക്ക് ഡൗൺ ചെയ്യപ്പെടും. ഇപ്പോൾ വീഡിയോ ആദ്യം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പറഞ്ഞ് അത് ആ കണ്ടൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റർ തംബ്നെയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തതാണ്. പക്ഷേ അശ്വന്ത് കോക്ക് അത് വീണ്ടും റീപോസ്റ്റ് ചെയ്തു വിത്തൗട്ട് തംബ്നെയിൽ. പിന്നെ ഷസത്തിൻ്റെ പേജിൽ പോയി നോക്കിയാലും ഉണ്ണി വ്ളോഗ്സിൻ്റെ പേജിൽ പോയി നോക്കിയാലും ഒക്കെ അവരുടെ തംബ്നെയിലുകൾ റിമൂവ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം, അതായത് ടർബോ സിനിമയുടെ. അപ്പോൾ ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാനലുകളിലും അല്ലെങ്കിൽ മമ്മൂക്കയൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോയിരിക്കുമ്പോൾ പറയുക യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് അത് അവരുടെ ജോലിയല്ലേ, അവരത് ചെയ്തോട്ടെ. പിന്നെ ശ്രീനാഥ് ബാസി ഒരു തവണ അമ്മ സംഘടന പുറത്താക്കിയപ്പോഴൊക്കെ വിലക്കിയപ്പോഴൊക്കെ പുള്ളി പറഞ്ഞ ഡയലോഗാണ്, ഒരാളുടെ ജോലി ചെയ്യാതിരിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട്, റിവ്യൂവേഴ്സ് അവരുടെ ഇഷ്ടത്തിനുള്ളത് പറഞ്ഞോട്ടെ എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട്, അന്നാ നീ എനിക്കെതിരെ നെഗറ്റീവ് പറയോടാ എന്നും പറഞ്ഞ് ആ വീഡിയോയ്ക്ക് പണി കൊടുക്കുന്നതും ആ യൂട്യൂബേഴ്സിന് പണി കൊടുക്കുന്നതും ഭയങ്കര ചീപ്പായിട്ടുള്ള തരം താണ ഒരു സംഭവം തന്നെയാണ്.
മുൻപൊന്നും ഇല്ലാതിരുന്നൊരു സംഭവമാണ് ഈ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ബിസിനസ്സുകൾ നടക്കും. പ്രൊഡക്ഷൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബോയ് മുതൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന എല്ലാവരും ഉൾപ്പെടുന്ന ആ ഒരു ടീം, അത് കഴിഞ്ഞാൽ പടത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് പോസ്റ്റർ ഒട്ടിക്കുന്നവർ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര്, പ്രൊമോഷൻസ്, ഇങ്ങനെ ഒരുപാട് പേർക്ക് ജോലികൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന റിവ്യൂസും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ യൂട്യൂബേഴ്സും ഈ റിവ്യൂവേഴ്സും എന്നൊക്കെ പറയുന്നത് സിനിമയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഈ പാവപ്പെട്ട ഈ അപ്പാവി യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങൾ ഇത്രയും ഒരു വലിയ കമ്പനി, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞു നിൽക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ പണി കൊടുക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെന്ന് മാത്രമല്ല ഒട്ടുമിക്കവർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണിത്. ഒരുപാട് ട്രോളുകളാണ് ഇപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയൊരു എന്താ പറയുക, ഒരു ആന ഉറുമ്പിനോട് ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അത്രയും മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സിനിമാക്കാരൊക്കെ സ്ഥിരം അടിക്കുന്ന ഈ യൂട്യൂബ് റിവ്യൂവേഴ്സിന് അടിക്കുന്ന സ്ഥിരം പരിപാടിയാണ്. പൈസ കൊടുത്തിട്ടാണ് ഇവരൊക്കെ നെഗറ്റീവ് റിവ്യൂ പറയണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പടങ്ങൾ ഭയങ്കര സംഭവമായി പോയാൽ ഒന്നുമല്ല. ഈ വർഷം തന്നെ എത്രയോ പടങ്ങൾ ഹിറ്റുകളുണ്ട്. ചവറ് പോലെ ഹിറ്റുകൾ 100 കോടി, 150 കോടി, 200, 250 കോടിയിലൊക്കെ കയറി ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. ഇവരൊക്കെ നെഗറ്റീവ് പറഞ്ഞവരുണ്ട്, പോസിറ്റീവ് പറഞ്ഞവരുണ്ട്. പ്രേക്ഷകർ പടം നല്ലതാണെങ്കിൽ സ്വീകരിക്കും. നല്ല സിനിമകൾ നിങ്ങൾ ഇറക്കിയാൽ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം. അതിൽ യാതൊരുവിധ തർക്കമില്ല. നിങ്ങൾ നല്ല സിനിമ ഇറക്കുക, പ്രേക്ഷകർ കാണും. ആ സമയത്ത് ഇവിടെ റിവ്യൂവേഴ്സിനോ ഇവർക്കൊന്നും യാതൊരുവിധ പ്രാധാന്യമില്ല. പിന്നെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും, ഒരു 99% യൂട്യൂബേഴ്സും അവർക്ക് തോന്നുന്ന ജെന്യുവനായിട്ടുള്ള കമൻറ്റുകൾ തന്നെയാണ് അവരുടെ റിവ്യൂവിലൂടെ പറയുന്നത്. അതല്ലാണ്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയോ ഒന്നും ചെയ്യുന്ന സംഭവങ്ങളല്ല. അത് അശ്വന്ത് കോക്ക് ആയാലും പുള്ളിയുടെ പല ഇൻ്റർവ്യൂസിലും അത് വെളിപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇനി പുള്ളി ചിലപ്പോൾ നല്ല പണി കൊടുക്കുന്ന രീതിയിലുള്ള റിവ്യൂസും കൊണ്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മുകളിലാണ് സിനിമാക്കാർ അല്ലെങ്കിൽ ഈ മമ്മൂട്ടി കമ്പനിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ മമ്മൂക്ക എന്നൊന്നും ചിന്തിച്ചാൽ അത് ഒട്ടും അക്സെപ്റ്റബിളായിട്ടുള്ള കാര്യമല്ല. പിന്നെ മമ്മൂക്ക ആരാധകരോട് പറയാനായിട്ടുള്ളത്, നിങ്ങളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര മഹിമയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ലാലേട്ടനെ നോക്കൂ, പുള്ളി ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണ്, അഭിനയത്തെക്കാൾ ഉപരി ബിസിനസ്സിനോടാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നവരാണ്. പക്ഷേ അതേ നിങ്ങളുടെ മമ്മൂക്കയാണ് ഇപ്പോൾ ഈ പാവപ്പെട്ട അപ്പാവി യൂട്യൂബേഴ്സിന് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും പുള്ളിയുടെ സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ പിന്നെ എല്ലാ യൂട്യൂബേഴ്സിനും റിവ്യൂ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനും ഈ പറയുന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങൾ കൊടുത്ത് അവരുടെ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് നെഗറ്റീവ് റിവ്യൂസ് മാത്രം പറഞ്ഞവർക്ക് കൊടുക്കുന്നത്? അത് തീർച്ചയായിട്ടും തേടിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പണി കൊടുക്കൽ തന്നെയാണ്. ഭയങ്കര ഒരു പ്രതികാര ബുദ്ധിയാണത്. അത് ഒരിക്കലും ബിസിനസ്സിനായാലും അല്ലെങ്കിൽ കലയ്ക്കായാലും ഒട്ടും നല്ലതല്ല എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിന് വിഭിന്നമായിട്ട് എന്തെങ്കിലും അഭിപ്രായമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അതപ്പോൾ എനിക്കും പുതിയ ഒരു അറിവ് കിട്ടാൻ കൂടി വേണ്ടിയാണ്. പിന്നെ ഇത് ആരെയും പേഴ്സണലായിട്ട് ആക്ഷേപിക്കാനുള്ള വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഒന്ന് ചില കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കണം എന്ന് തോന്നി. എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ ഞാൻ പേഴ്സണലായിട്ട് ആരെയും ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ചിലരുടെ പ്രവർത്തികൾ തീർച്ചയായിട്ടും ഇത്തരം കമൻറ്റുകളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങളിലൂടെയാണ് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ താർക്കാല്ലേ. ബൈ.